ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ 1 മുതൽ +2 വരെയുള്ള, അതായത് ചുരുക്കി പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആകെ അടുത്ത വർഷം പഠിക്കുന്ന, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്നവർ കോളേജ് സ്റ്റുഡൻസ് ആയി കഴിഞ്ഞു, അവർക്കും ഹാപ്പി ന്യൂസ് ഉണ്ട്. കാരണം കോളേജ് വിദ്യാഭ്യാസം ഇപ്പോൾ കേരള ഗവൺമെന്റ് അണ്ടറിൽ ഫ്രീ ആക്കിയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ സ്കൂൾ സ്റ്റുഡൻസിലേക്ക് വരാം. എന്താണ് സത്യം പറഞ്ഞാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ അക്കാദമിക് മികവ് ഉയർന്ന തലത്തിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായാലും ഭരണ തുടർച്ചയുണ്ടായാലും ഇപ്പോൾ 2 പാർട്ടികളിൽ ഏതെങ്കിലും ഒന്ന് വരും അല്ലെ. അങ്ങനെയാണ് എങ്കിൽ പോലും പ്രകടന പത്രിക അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്ന 1-മത്തെയോ 2-മത്തെയോ മേഖല എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. പാരന്റ്സിനായിക്കോട്ടെ, വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, അധ്യാപകർക്കായിക്കോട്ടെ. അപ്പോൾ ഇത് പ്രകാരം എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നത് നോക്കാം. അതിനു മുമ്പ് SLC +2കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഏപ്രിൽ 16-17 ദിവസങ്ങളോടെ കൂടി നമുക്ക് വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ട് ലഭ്യമായി തുടങ്ങുന്നതാണ്. അപ്പോൾ വാല്യൂഷൻ കടുപ്പമാക്കുമോ അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾക്ക് ഒരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം നമ്മൾ സംസാരിച്ച അധ്യാപകർ തന്നെ പറഞ്ഞത്, വിദ്യാർത്ഥികൾക്ക് മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഓരോ അധ്യാപകരും പേപ്പർ നോക്കുന്നത്. അപ്പോൾ വാല്യൂഷൻ ലിബറലാണ് എന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് ഒരിക്കലും പോകില്ല എന്ന് 100% ഗ്യാരണ്ടിയോടെ പറയാം. ഇനി അതുപോലെ തന്നെ 1 മുതൽ 9ാം ക്ലാസ് വരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൈവരിച്ചിട്ടുള്ള ആ പുസ്തക ലഭ്യത ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. +1കാർക്ക് സിലബസ് മാറ്റമില്ല. +2ലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് ഫോളോ ചെയ്ത അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്കും ഇത് ചെയ്യുന്നത്. ഇനി പൊതുവായിട്ട് സ്കൂൾ സ്റ്റുഡൻസിനെല്ലാം ലഭ്യമാകുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം അടുത്ത വർഷം മുതൽ കൂട്ടുകയും പലതിൻ്റെയും റേഞ്ച് കൂട്ടുകയും ചെയ്യും. ഞാൻ ഈ പറയുന്നത് NMMS, LSS, USS, ആസ്പെയർ ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകളുടെ തുക അടുത്ത അധ്യയന വർഷം മുതൽ കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ SLC കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് +1ലേക്ക് കടക്കുമ്പോൾ വലിയ തരത്തിലുള്ള സീറ്റിന്റെ ലഭ്യത ക്ഷാമം, മീൻസ് സീറ്റ് ക്ഷാമം ഇല്ലാതെ തന്നെ ആ ഒരു പ്രശ്നത്തെയും വളരെ ഗൗരവത്തോടു കൂടി വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ അഡ്മിഷൻ ഇപ്പോൾ റിസൾട്ട് ഒരുപക്ഷെ ഒരു വീക്ക് വൈകിയാലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ട് നടത്തുകയും നിങ്ങളുടെ പ്രവേശനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പുതിയ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യം. സീറ്റിന്റെ വർധന ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ചെറിയ തോതിൽ നടന്നിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കുട്ടികളുടെ ഇപ്പോൾ താഴ്ന്ന ക്ലാസ്സുകളുടെ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ സാക്ഷരതയും AI സാക്ഷരതയും ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിന് ഇനി പുതിയതായി വരാൻ പോകുന്ന ഏത് ഗവൺമെന്റ് തന്നെയായാലും പുത്തനാശയങ്ങളും നടപടികളും സ്വീകരിക്കുമെന്ന വാഗ്ദാനം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ വെറും പഠന നിലവാരം മാത്രമല്ല, ഈ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയും ഡിജിറ്റലുമായിട്ടുള്ള ശേഷിയെ, മാനസിക ശേഷിയെ ഉയർത്തുന്നതിനുള്ള നടപടികളും വിദ്യാഭ്യാസ വകുപ്പിൽ അണിയറയിൽ ഒരുങ്ങുകയാണ്. നമ്മുടെ സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഉയരുന്ന വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനമാണ് പല വിദ്യാർത്ഥികൾക്കും ബേസിക് എഡ്യൂക്കേഷൻ, മീൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വിടവുകൾ. അപ്പോൾ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന രീതിയിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ തന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ക്ലബിലുള്ള സ്കൂൾ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അധ്യയന വർഷം മുതൽ വളരെയധികം ഉപകാരം ചെയ്യും. നിങ്ങളുടെ പഠന നിലവാരത്തെയും അത് ബാധിക്കും. നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിലും പുത്തൻ നോട്ടിഫിക്കേഷനുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നോൺ സ്റ്റഡി മീൻസ് പാഠ്യേതര പ്രവർത്തനങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പരിപോഷിപ്പിക്കുക. ഗുണകരമായി തന്നെ ഭവിക്കും ഇനി വരുന്ന വർഷങ്ങളിൽ. സോ മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.